നമുക്കറിയാം നമ്മുടെ കടയ്ക്കൽ എന്ന് പറയുന്ന ക്ഷേത്രം പോലും, ഈ കടയ്ക്കൽ എന്ന പേരിൻ്റെ ഉത്ഭവം പോലും ഒരുപക്ഷെ ആചാരവിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിലനിൽക്കുന്ന ഒരു പേരാണ്. കടയ്ക്കൽ എന്ന പേരിൻ്റെ നാമം അടിഭാഗം, കടയ്ക്കൽ ഭാഗം, അതായത് കാൽപാദം, ദേവിയുടെ തൃപ്പാദം എന്ന അർത്ഥത്തിലാണ് കടയ്ക്കൽ എന്ന പേര് രൂപീകൃതമായത് എന്ന് വിചാരിക്കുന്ന, എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹമുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് മറ്റൊന്ന് നമ്മുടെ ഗൂഗിളിലും മറ്റ് വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ ക്ഷേത്ര നോട്ടീസുകളിലും മറ്റവരുടെ കാര്യങ്ങൾ വിശ്വാസ സമൂഹം പുറത്തിറക്കുന്നതിനകത്തും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശങ്കരാചാര്യരുടെ തിരുവിതാംകൂറിലെ അവസാനത്തെ ക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചത് കടശിക്കൽ എന്ന നിലയിലാണ് കടയ്ക്കൽ എന്ന പേര് രൂപീകൃതമായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കടയ്ക്കൽ എന്ന പേര് ഒരു വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒരു മിത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നാമമാണ് എന്ന് വിശ്വസിക്കാനാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാനും നമ്മുടെ വിശ്വാസ സമൂഹം പലരും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരുപക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് കടയ്ക്കലിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഫ്രാങ്കോയുടെ മണ്ണാണ്. അത്തരത്തിലുള്ള വലിയ ധീരദേശാഭിമാനികൾ, ധിഷണാശാലികൾ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ചവരുടെ ഒരു കോൺഗ്രസ് വികാരത്തിൻ്റെ കൂടി കാലമായിരുന്നു അന്ന്. അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യക്ക് പോലും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടായത്. ഞാൻ പറഞ്ഞത്, കാലത്തിന് മുമ്പേ ചിന്തിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇപ്പോൾ ഇവിടെ കടയ്ക്കൽ തിരുവാതിര മഹോത്സവം കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അതിനെ ഒരുമയോടുകൂടി ആഘോഷിക്കുന്ന ഒരിടമാണ്. പക്ഷേ ആ കമ്മിറ്റികളിലും മറ്റും ഒരു ജനാധിപത്യ സംവിധാനമോ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യമോ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് താല്പര്യപ്പെടുന്നു. കാരണം അങ്ങനെയാണ് ഒരു ഇവിടുത്തെ പ്രവർത്തനം. നമുക്കറിയാം, കേരളത്തിൽ എത്രയോ മഹാക്ഷേത്രങ്ങളുണ്ട്, എത്രയോ മഹാക്ഷേത്രം. അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഉത്സവ സംബന്ധമായ ഒരു ആരോപണം, ഒരു ആക്ഷേപം ഉയർന്നു കിട്ടുന്നു. കേരളത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്, കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രം എന്തുമാവാം എന്ന് പറയുന്ന ഒരു സമീപനം ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തികച്ചും ഖേദകരമാണ്. നമ്മുടെ പ്രദേശം, നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്തെല്ലാം വേദികളുണ്ട്, അത് പ്രചരിപ്പിക്കാൻ എന്തെല്ലാം അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉള്ളപ്പോൾ അവിടെ ഉപയോഗിക്കാതെ ഇവിടെ ക്ഷേത്രത്തിൽ പൊതുജനങ്ങളുടെ പണം പിരിച്ച്, അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി സമിതി എന്ന് പറഞ്ഞാൽ ആരാണ്? CPMന്റെ വ്യാപാരി വ്യവസായി സമിതി CPMന്റെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിന്റെ ഏരിയ കമ്മിറ്റിയാണ്. ഈ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിരുന്ന് ഭജനപ്പാട്ട് നടത്തിയത് ആരൊക്കെയാണ്? ഭജനപ്പാട്ടിന് കൈയടിച്ചത് ആരൊക്കെയാണ്? CPMന്റെ ഉന്നതരായ ആളുകളാണ്. അപ്പോൾ അവിടെ ഒരു അലോഷി പാടുന്നു എന്ന് പറഞ്ഞൊരു പാട്ടുമായി വന്നിട്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെ കാഴ്ചക്കാർക്ക് കാണാൻ പറ്റുന്ന LED വാളിലെല്ലാം CPMന്റെയും DYFIയുടെയും പതാകകൾ പ്രദർശിപ്പിക്കുക. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാതെ ഇത്തരം പതാകകളുമായിട്ടാണോ? ഇവിടെ മാത്രമല്ലല്ലോ അലോഷി ഗാനമേള നടത്തിയിട്ടുള്ളത്, അലോഷിയുടെ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത്. അലോഷി നടത്തിയ ഒരു പ്രോഗ്രാമിലും പാർട്ടി പ്രോഗ്രാമുകളിലല്ലാതെ, വിപ്ലവ പാർട്ടികളുടെ പരിപാടികളിലല്ലാതെ അദ്ദേഹം ഒരിടത്തും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഈ ക്ഷേത്രത്തിൽ, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഐതിഹ്യ പെരുമയുള്ള ഒരു നിയോജക മണ്ഡലമാണ് ചടയമംഗലം, ജടായുവിന്റെ മണ്ഡലം, ജടായുമംഗലം, അതുപോലെ തന്നെ കടയ്ക്കൽ. അപ്പൊ അത്തരം ആചാര വിശ്വാസ അനുഷ്ഠാനങ്ങളുമായി പോകുന്ന ഒരു പ്രദേശത്ത് ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഒരു തരത്തിൽ എങ്ങനെയെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന സമീപനം സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ് ഇന്ന് കോൺഗ്രസ് അതിശക്തമായി കോൺഗ്രസിന്റെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ ഹൈക്കോടതിയുടെ വിധിയും എങ്ങനെയാണ് നവകേരള സദസ്സ് കടയ്ക്കലിൽ നിന്നും മാറിയത്? സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നവകേരള സദസ്സ് കടയ്ക്കലമ്മയുടെ മണ്ണിൽ കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചല്ലോ. എന്തേ നടക്കാനത്? നിയമപരമായി കോൺഗ്രസ് അതിനെ നേരിട്ടതുകൊണ്ടാണ്, നിയമപരമായി കോൺഗ്രസ് ആ പ്രശ്നങ്ങളിൽ ഇടപെട്ടതുകൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അത് വിശ്വസിക്കുന്ന ആളുകൾ അതങ്ങനെ നടത്തട്ടെ. അതിന് വേറെ എത്രയോ ഇടങ്ങളുണ്ട്. അതിനുശേഷം മാറി നടന്നല്ലോ.
ഭംഗിയായി നവകേരള സദസ്സ് നടത്തിയില്ലേ? അപ്പൊ വിവാദങ്ങളിലേക്ക് എന്തിനാണ് പോകുന്നത്? ക്ഷേത്രങ്ങളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്? നമ്മൾ അത്തരം കാര്യങ്ങൾ ആലോചിക്കണം. ഒരിക്കൽ പോലും, അതായത് നമ്മുടെ ഹൈന്ദവ സംഘടനകൾ, RSS പോലെ BJP പോലെയുള്ള സംഘടനകൾ ചില ക്ഷേത്രങ്ങളിൽ അവരുടെ പതാകകൾ ഉപയോഗിച്ചപ്പോൾ ദേവസ്വം ബോർഡും പോലീസും സ്വമേധയാ കേസെടുത്തിട്ടുണ്ടല്ലോ. ഏതിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്? ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഇവിടെ എന്തേ ദേവസ്വം ബോർഡ് മിണ്ടുന്നില്ല? ഇവിടെ എന്തേ ഭരണസമിതി മിണ്ടുന്നില്ല? ഇവിടെ എന്തേ പോലീസ് മിണ്ടുന്നില്ല? അപ്പോൾ റാൻമൂളികളായി, ഭരണ പാർട്ടികളുടെ റാൻമൂളികളായി ഇത്തരം സംവിധാനങ്ങൾ മാറരുത്. നമ്മുടെ നാട്ടിൽ വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും എല്ലാത്തരം ആളുകൾക്കും ജീവിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന അവസരം നൽകിയിട്ടുള്ള ഈ നാട്ടിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി പോകണം. ക്ഷേത്രങ്ങളുടെ പരിപാലനം നിലനിർത്തണം. വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി അക്കാര്യത്തിൽ, വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധം അക്കാര്യത്തിൽ അവർ അറിയിക്കണം. ഒരു കാരണവശാലും ഇതൊരു ഭൂഷണമല്ല. ഈ പരിപാടിയിൽ ആർക്കെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്തി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് അതിന് അവർ ക്ഷമാപണം നടത്തി, പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തി മേലാൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത CPM പുലർത്തണം എന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാറുള്ളത്. ഹൈക്കോടതി ഉത്തരവ് നിലവിലുണ്ട്. അതുപോലെ ആരാധനാലയങ്ങളിൽ ഇതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയോ പതാകയോ പ്രദർശിപ്പിക്കരുത് എന്ന്. അപ്പോൾ ഈ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ കോടതി ലക്ഷ്യത്തിന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ദേവസ്വം കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ കയ്യിൽ പരാതി എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടടക്കം ഇക്കാര്യങ്ങളിൽ സൂചിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇന്ന് പരാതി കൊടുക്കുവാൻ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പരാതി നമ്മൾ കൊടുക്കും. വേണ്ടി വന്നാൽ കോടതിയെ നമ്മൾ സമീപിക്കും. ക്ഷേത്ര കമ്മിറ്റിയിൽ സാധാരണയായിട്ട് മറ്റു പാർട്ടിക്കാരില്ല എന്ന് പറയുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളും CPI ഉൾപ്പെടുന്നതല്ലേ കടക്കലത്തെ തിരുവാതിര കമ്മിറ്റി? അല്ല, പലരുമുണ്ട്. അതില് ബഹുഭൂരിപക്ഷവും ഇപ്പൊ ഞാൻ എന്റെ അറിവില് ഒരു രാജേഷ് കാറ്റാടിമൂട് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. സജിക്ക് അങ്ങനെ പ്രത്യേകമായ രാഷ്ട്രീയം കൊണ്ടെന്ന് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നി. മണ്ഡലം പ്രസിഡന്റ് അത് അവര് ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികളല്ല. അത് അങ്ങനെ ഒരുപാട് പേരില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ അതിനകത്ത് പിന്നെ ഈ കമ്മിറ്റി അംഗങ്ങളും അതിനകത്ത് പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനും പാർട്ടി അനുഭാവിയും വ്യത്യാസമുണ്ട്. അതുപോലെ ഉത്സവത്തിന്റെ നടത്തിപ്പുകാരനും ഉത്സവത്തിന്റെ ഒരു ചെറിയ ചുമതലക്കാരനും വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ കോൺഗ്രസിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ CPM രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നല്ല, BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതെന്നല്ല. നമ്മൾക്ക് എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടത്തേണ്ടത്? ഒരു പാർട്ടിയുടെ പതാക കാണിച്ച്, ഞാൻ പറഞ്ഞത് അത് അവരുടെ അവഗാഹ കുറവാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഒരു ഭാഗത്ത് അല്ല ആർക്കോ ഒന്നുപോലെ പിഴവാണ്. പാർട്ടിക്ക് പറയാമല്ലോ ഞങ്ങൾ പിഴവ് സംഭവിച്ചു, അല്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ ഞങ്ങൾ തെറ്റുപറ്റി, ഞങ്ങൾ അത്തരം കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നു. ഒരു സമൂഹത്തോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് എത്രയോ ഉചിതമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഡിബേറ്റ് അവിടെ മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം. ജോഷി ഒരു സ്വതന്ത്രനായിട്ടുള്ള ഗസൽ ഗായകനാണ്. അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പരിപാടിയിൽ ഇത് കാണിക്കാറുണ്ട്. ആ പാടുന്ന രൂപത്തില് LED ബോർഡിൽ ഇത് പ്രദർശിപ്പിക്കാറുണ്ട്. സാധാരണ ഉള്ളത് കഴിഞ്ഞ കടക്കൽ തിരുവാതിരയ്ക്കും ഇതേപോലെ അനോഷി പാടിയിട്ടുണ്ട്. ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. വിവാദം ഉണ്ടായിട്ടില്ല. ഇപ്പൊ അത് മാത്രമല്ല, അനോഷി മാത്രമല്ല, ഇവിടെ കഥാപ്രസംഗത്തിൽ ആൾ വരുന്നുണ്ട്. കോൺഗ്രസിന്റെ സംഘടനയായ സാധിതീര നാടകം കൊച്ചി കല്യാണിന്റെ മകൾ നടന്നു. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൂടെ പറയുന്നതാണ്. അല്ല, ഒരു രാഷ്ട്രീയം മുഹമ്മദ് ബഷീറിന്റെ കഥയാണെങ്കിലും അത് കോൺഗ്രസ് രാഷ്ട്രീയവും കൂടെ പറയുന്ന കരുനാഗപ്പള്ളി MLA മാനേജറായിട്ടുള്ള ഒരു സമിതിയാണത്. മാനേജറായിട്ടുള്ള ഒരു സമിതിയുടെ നാടകത്തിനകത്ത് ഒരു രാഷ്ട്രീയവും പറയുന്നില്ല. ആ രാഷ്ട്രീയ നാടകം കണ്ടോ? അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? എന്ത് രാഷ്ട്രീയം? ഒരു രാഷ്ട്രീയവും സംഘടന നടത്തിയാൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാവും. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകങ്ങൾ ഉത്സവം കളിച്ചിട്ടുണ്ടല്ലോ. അതിനകത്തൊന്നും രാഷ്ട്രീയം ഇങ്ങനെയല്ലല്ലോ. എവിടെ മതചിഹ്നം ഉപയോഗിക്കുന്നു, അല്ലെ എവിടെ രാഷ്ട്രീയ ചിഹ്നം ഉപയോഗിക്കുന്നു, എവിടെ CPM പതാക ഉപയോഗിക്കുന്നു? കമ്മ്യൂണിസ്റ്റ് ആക്കിയ അവസാനം അയാൾ കൊടികൊണ്ടാണ് ഇറങ്ങുന്നത്. ഒരു ഉത്സവ പറമ്പിൽ കൊണ്ടുവന്നില്ല. ഒരു ഉത്സവ പറമ്പിൽ അതേ വാക്യം അല്ലല്ല. കോൺഗ്രസ് പറയുന്നത് RSS പറയുന്നത് ഒന്നാണെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടം.
അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. CPM എപ്പോഴും ഇഷ്ടമാണ്, ദേശാഭിമാനിക്ക് ഇഷ്ടം. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പഞ്ചായത്തിൽ, വെളുന്നല്ലൂർ പഞ്ചായത്തിൽ CPM BJP കൂട്ടുകെട്ടാണെന്ന് നിങ്ങൾ എഴുതുമോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ 8 സീറ്റ് UDF ആണ്, 7 സീറ്റ് LDF ആണ്, 2 സീറ്റ് BJP ആണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പേര് അഡ്വക്കേറ്റ് അൻസർ എന്നാണ് CPM-ന്റെ. നിങ്ങൾ എഴുതുമോ? CPM പിന്തുണ BJP-യുടെ പിന്തുണ ഇല്ലാതെ ഭരിക്കാമെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. എന്താണ് കാരണം? അപ്പൊ ആരാണ് ബാന്ധവത്തിൽ? ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞത് ഈ വിഷയവും അതുമായി ഞാൻ കൂട്ടിക്കെട്ടുന്നില്ല, വിട്ടു. പക്ഷേ അതിന് അമ്പലങ്ങൾ ഉപയോഗിക്കരുത്, ക്ഷേത്രങ്ങൾ ഉപയോഗിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂരിൽ നിങ്ങൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ അമ്പലത്തിൽ അലോഷി പോയിട്ട് ഈ പാട്ട് പാടിയോ? എവിടെ പാടി? ഒന്ന് കേൾപ്പിച്ചേ. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ മുമ്പിൽ പോയിട്ട് രാഷ്ട്രീയ പരിപാടിയിലല്ലാതെ ഉത്സവ പരിപാടിയിൽ കടക്കൽ ദേവീ ക്ഷേത്രം എന്ന് പറയുന്നത് കടക്കൽക്കാരന്റെ ഒരു എന്താണ് അഭിമാനവും അഹങ്കാരവും ഒക്കെയാണ്. അതിനകത്ത് ജാതി വർണ്ണ വർഗ വ്യത്യാസം ഇവിടെ അങ്ങനെ കൊടിയും സംഭവങ്ങളൊന്നും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ആരും ഉപയോഗിച്ചിട്ടുണ്ട്. കൊടി പതാകകൾ ആ കൊടി പതാകകൾ ഉപയോഗിക്കുന്നത് പ്രീ പ്ലാൻഡ് ആണ്. അതിനകത്ത് നേരത്തെ ഒരു ഗൂഢാലോചന തന്നെ ഉണ്ട്, ഒരു കോൺസ്പിറസി അതിനകത്തുണ്ട്. കാരണം ഇത് പ്രീ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുവന്ന് LED വാളിൽ പ്രദർശിപ്പിച്ചു. ഇദ്ദേഹത്തിനോട് ആരാണ് അലോഷിയോട് പിന്നെ പുഷ്പൻ അതിനെ കുറിച്ച് പാടാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കറിയാവോ? ആരാണ് പറഞ്ഞ? വികാസോ മറ്റോ ആവശ്യപ്പെട്ടത്? ഇത് കടക്കല് എന്ന് പറയുന്നത് കടക്കൽ എന്ന് പറയുന്നത്, ഞാൻ കടക്കൽക്കാരനാണ്, എന്റെ അഭിമാനമാണ് കടക്കൽ ദേവീ ക്ഷേത്രം. എന്റെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല. കടക്കൽ ദേവീ ക്ഷേത്രത്തിൽ രാഷ്ട്രീയമില്ല. കടക്കൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ ഉള്ളവനും കടക്കൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ അവൻ അവിടെ എത്തിയിരിക്കും. അവൻ എല്ലാം കളഞ്ഞിട്ട് അവിടെ വന്നിരിക്കും. അതാണ് കടക്കൽക്കാരന്റെ വികാരം. ആ വികാരത്തെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചോദ്യം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് വിപ്ലവം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നത്. പുഷ്പനെ അറിയാവോ എന്ന് ചോദിക്കുന്നത് കടക്കൽ തമ്പുരാട്ടിയുടെ തിരുനടയിലല്ല. പുഷ്പൻ തന്നെ ഇപ്പൊ തന്നെ കാലിക പ്രസക്തി ഇല്ലാത്തൊരു വ്യക്തി മാത്രമായി കഴിഞ്ഞിരിക്കുകയാണ്. അത് പുഷ്പൻ തന്നെ ബലിയാടായത് എന്തിനെന്ന് പോലും ചോദ്യം ചിഹ്നം ആയി നിൽക്കുന്ന ഈ കാലഘട്ടത്തില് പുഷ്പനെ കൊണ്ടുവന്ന് കടക്കൽ തിരുവാതിര കടക്കൽ അമ്മയുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അപലനീയമാണ്, തികച്ചും തെറ്റാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഇത്രയും വൈകാരികത ഇവിടെ ഒരു സാഹിത്യ പോർട്ടുഗൽ അമ്പലത്തിൽ RSS നടത്തിയപ്പോൾ കണ്ടില്ല. ശിവക്ഷേത്രം മണ്ഡലം വേറെ കാര്യങ്ങളാണ്. കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കുരിപ്പുഴ ശ്രീകുമാർ CPM സഹയാത്രികനാണ്. കുരിപ്പുഴ ശ്രീകുമാർ ഇപ്പൊ എന്റെ നാടാണ് കുരിപ്പുഴ നാട്. ഞാൻ അയാളുടെ വാർഡിലെ പഞ്ചായത്ത് ജയിച്ച ആളാണ്. ആ വാർഡിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മൾ അതിലേക്ക് കടന്നു പോകണ്ട. ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ ഗവൺമെന്റ് അനുവദനീയമായിട്ടുള്ള ബോക്സ് ഉപയോഗിക്കുന്നതിന് ശ്രീകുമാർ പരാതി കൊടുക്കുകയാണ്. ഗവൺമെന്റ് നൽകിയിട്ടുള്ള അനുമതി. അവിടെ ശ്രീകുമാർ സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഉപയോഗിക്കാറില്ലേ? ശ്രീകുമാർ അങ്ങനെയെങ്കിൽ കുരിപ്പുഴ ശ്രീകുമാർ ചെയ്യേണ്ടതാണ്. ഇത്രയും രാഷ്ട്രീയമായി വലിയ തത്വവും ബോധമുള്ള ആളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതാണ്. ഞാൻ നാളെ മുതൽ കവിത ചൊല്ലുന്നത് മൈക്കിലൂടെ ചൊല്ലില്ല എന്ന് പറഞ്ഞു. അത് വിഷയമാണ്. ഒരു BJP ഇല്ല, ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രത്തിന്റെ കാര്യം പോലും ഇപ്പോ ചർച്ച ചെയ്യുവാൻ BJPക്ക് അവസരം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണോ? INC കണക്കിലെന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പരിപാടി നടത്തിയവർക്കല്ല, കോൺഗ്രസ് പരിപാടി അവിടെ നടത്തിയത് കൊണ്ടാണ് ചർച്ച ചെയ്ത് പോകുന്നത്. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ അവരുടെ റാൻമൂലികളായിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ നടത്തിയത് പറ്റില്ല. പത്രസമ്മേളനത്തിന്റെ രീതി പോകണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതെ അതാണ് ചോദ്യം. പ്രകടനത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. നമ്മൾ ഉത്സവം നടക്കുകയാണ്, ദേവിയുടെ ഉത്സവം നടക്കുന്നതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ഉത്സവത്തിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അതിന് വേറൊരു മുഖം വന്നുകൊണ്ടിരുന്നു. ഓരോരുത്തർ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിനും പ്രാദേശികമായി നമുക്ക് ഇതിനകത്ത് വികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു. മറ്റ് പല ഇന്ന് ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ വക്താവ് വളരെ കൃത്യമായി കാര്യങ്ങൾ പ്രതികരിച്ചിരുന്നു. കോൺഗ്രസിന്റെ ബ്ലോക്ക് നേതൃത്വം ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് എന്നതിൽ ഞാനും 2 മണ്ഡലം പ്രസിഡന്റുമാരും ആലത്തൂർ മണ്ഡലം പ്രസിഡന്റ് അജിദാസും കടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ സാറും
അപ്പം പാർട്ടിയെ പ്രതിനിധീകരിച്ച് അതിനകത്ത് പാർട്ടിയുടെ ഒരു അഭിപ്രായം നിലപാട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സമ്മേളനം വിളിച്ചത്. DCC പ്രസിഡന്റ് ബാക്കിയുള്ള നേതൃത്വവും നാളെ ഈ ഇതിനെ തുടർന്നുണ്ടാകുന്ന ദിവസങ്ങളിൽ അത് പ്രതികരിക്കും. KPCC നേതൃത്വവും അതുപോലെ പ്രതികരിക്കും. ബഹുമാന്യനായ കൊല്ലം MP ശ്രീ പ്രേമേന്ദ്ര സാറ് അതിശക്തമായ ഈ കാര്യത്തിൽ അപലപിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നടത്തി. ഞാൻ പറഞ്ഞത് നമ്മൾ അതിനെ വലിയ രാഷ്ട്രീയമായ ഒരു കടന്നാക്രമണത്തിനപ്പുറത്ത് ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിനകത്ത് നമ്മുടെ നിലപാടുകളിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പാർട്ടിയുടെ നിലപാട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് BJPയുടെ ചാനലിലായ ജനത്തിലും അതുപോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജുകളിലും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും മുസ്ലിം പള്ളിയിൽ അലോഷ്യസ് പോയിട്ട് ഇതുപോലെ പാടുമോ, ഇത് പ്രകടനം നടത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം അപ്പൊ അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ജാതി സമവാക്യം കൂടി അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു ജാതി സമവാക്യം കൂടി അതിൽ BJP കലർത്തിയിരിക്കുകയല്ലേ. ആ കലർത്തിയതിന് ഒരു ആക്കം കൂട്ടുന്ന ഒരു നടപടിയല്ലേ ഇപ്പം പൊതുവെ വന്നിരിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. ഞങ്ങൾ ഒരിക്കൽ പോലും, ഞാൻ പറഞ്ഞല്ലോ, കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ കടക്കിൽ നടത്തുന്ന കടക്കിൽ ജനതയുടെ ഉത്സവമാണ് തിരുവാതിര. അതിനകത്ത് ഹിന്ദു പിന്നെ മറ്റടത്ത് നടത്തിയോ മറിച്ചടത്ത് നടത്തിയോ എന്നുള്ള അഭിപ്രായമില്ല. അത് അവിടെ ഉണ്ടാകുമ്പോൾ ആ സമൂഹത്തിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് നമുക്ക് അവിടെ അഭിപ്രായം പറയാം. ഇപ്പൊ നമ്മൾ അതുമായി കൂട്ടിക്കെട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാവരും ചേർന്നാണ്. പണ്ടായിരുന്നല്ലോ ഓരോരുത്തരും മാറി മാറി നിൽക്കുമ്പോൾ എല്ലാവരും ചേർന്നാണ്. അപ്പോൾ BJPയുടെ ആ അഭിപ്രായത്തോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് തന്നെ അഭിപ്രായമില്ല. നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു, ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. അത് മറ്റിടത്ത് നടക്കുമായിരുന്നു എന്ന ഹൈപ്പോത്തറ്റിക് ചോദ്യങ്ങൾക്ക് നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല. അല്ല, ഇത് ഞങ്ങൾ കടക്കൽക്കാരൻ എന്ന് പറയുന്ന കടക്കൽക്കാരൻ അഭിമാനം കൊള്ളുന്നതിന്റെ അഭിമാനത്തിന്റെ ഒരു ബിംബമാണ് കടക്കൽ ദേവി ക്ഷേത്രം. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അന്ന് ഈ കടക്കൽ ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അഭിമാനമില്ലായിരുന്നു. അങ്ങനെ ഒരു വിമർശനം കഴിഞ്ഞ വർഷം വരാതിരുന്നത് കൊണ്ടാണല്ലോ ഈ വർഷം ഇത് ആവർത്തിച്ചത്. തീർച്ചയായും അത് വർഷാവർഷം പരിപാടിയോ ഇതുപോലെയുള്ള സംഭവങ്ങളും ആവർത്തിക്കപ്പെടരുത്. കഴിഞ്ഞ പ്രാവശ്യം നടന്നെങ്കിൽ അത് തെറ്റ്. അത് നമ്മുടെ അത്രമാത്രം ഗൗരവമായി കണ്ടിരുന്നില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ കലയല്ലേ പോട്ടെ പരിശീലിക്കാം. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഭജന പാടുകയാണ്, വന്നിരുന്ന് താളമടിച്ച്. ഇന്ന് ക്ഷേത്രത്തിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിന്റെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് അങ്ങനെ അതിനകത്ത് അവരുടെ വിമർശനങ്ങളിൽ അവരുടെ തത്വങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്കത് പ്രശ്നമല്ല. അത് അവരുടെ രാഷ്ട്രീയം. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം